നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് ഫാമിലി സർവേ രജിസ്റ്റർ സജ്ജമായ വിവരം എല്ലാവർക്കും അറിയാം. അതുപ്രകാരമാണ് എല്ലാവരും അംഗനവാടിക്ക് പരിധിയിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങളെയും ഇതിലേക്ക് ആഡ് ചെയ്തു വരുന്നത്. ഇത്തരത്തിൽ കുടുംബാംഗങ്ങളെ ഫാമിലി സർവേയിലേക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ രൂപം വിശദമായി തന്നെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഫാമിലി സർവേ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മൾ ഇന്ന് സെഷൻ കൊണ്ട് പൂർണ്ണമായിട്ടുള്ള രൂപം നമ്മൾ ടീച്ചേഴ്സ് ഇത്തരത്തിൽ അംഗൻവാടി പരിധിയിലുള്ള കുടുംബാംഗങ്ങളെ ചേർത്തുന്ന സമയം ഒരുപാട് തെറ്റുകൾ സ്വാഭാവികമാണ് വന്നു പോകുന്നുണ്ട്. ഇത്തരത്തിൽ തെറ്റുകൾ വന്നതെല്ലാം തിരുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അത് ഇപ്പോൾ നമുക്ക് പുതിയ അപ്ഡേഷനിൽ വന്നതിന് ശേഷം നമുക്കത് തിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ആദ്യം നമുക്ക് ഒരു ഗുണഭോക്താവിനെ അല്ലെങ്കിൽ നമുക്ക് പരിധിയിലുള്ള ഒരു കുടുംബത്തെ നമുക്ക് ആഡ് ചെയ്യുന്ന വിധം ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അതിന് ഈ കാണുന്ന ഫാമിലി സർവേ എന്നുള്ള ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. മോർ ഓപ്ഷനിൽ പോയാലും നമ്മളെ ആക്ഷൻ സെൻറ്ററിൽ നിന്നും ഫാമിലി സർവേ പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അത് പ്രകാരം നമുക്ക് ഓപ്പൺ ചെയ്ത് ഇത്തരത്തിലൊരു പേജാണ് എത്തുക. ഈ പേജിൽ നിന്ന് നിങ്ങൾ ഈ കാണുന്ന ഈ ഐക്കൺ ഒന്ന് കാണുക, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആഡ് ഫാമിലി എന്നുള്ളൊരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. കൃത്യമായി മനസ്സിലാക്കുക, ഇത് ഒരു ഫാമിലി സർവേ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ആയതുകൊണ്ട് മുൻഗണന കൊടുക്കുന്നത് അവിടെ ഒരു സ്ത്രീക്കാണ്. അതായത് മദർ എന്ന് കാണിക്കുന്നുണ്ട്. അമ്മ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉള്ളത്. ഇവിടെ അമ്മ മരിച്ചു എന്നാണെങ്കിൽ ഡെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് അച്ഛനെ കുറിച്ചിട്ടുള്ളതായിരിക്കും ചോദ്യം വരിക. അതായത് അമ്മ മരണപ്പെട്ട കുടുംബത്തിലാണെങ്കിൽ അവിടെ അച്ഛനുണ്ടോ എന്നുള്ളതായിരിക്കും അവിടെ ചോദ്യം വരിക. അച്ഛൻ ഡെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആരെ വേണമെങ്കിലും അവിടെ ഒരു ഫാമിലി ഹെഡാക്കി നമുക്ക് ആദ്യം ആഡ് ചെയ്യുക. ഇപ്പം നമുക്ക് അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത ചോദ്യം വരുന്നത് ഈ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്തുള്ള ഏതെങ്കിലും ഗുണഭോക്താവാണോ എന്നുള്ള ചോദ്യമുണ്ട്. അല്ലെങ്കിൽ പോർഷൻ ട്രാക്കറിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന നമ്മളെ ഗുണഭോക്താവ് അല്ലാത്ത ഒരു സ്ത്രീയാണോ എങ്കിൽ അവരെ കൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഗുണഭോക്താവ് അല്ല, നമ്മളെ പോർഷൻ ട്രാക്കറിലില്ല. നമ്മളെ പോർഷൻ ട്രാക്കറിലുള്ള ഗുണഭോക്താവ് എന്ന് പറയുന്നത് പ്രഗ്നൻറ്റോ അല്ലെങ്കിൽ ലാക്ടേറ്റീവ് മദറോ ആയിരിക്കാം. എന്നാൽ ഇത്തരത്തിൽ രണ്ട് പേരും അല്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ ഇവിടെ ഈ കാണുന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ എന്നുള്ള ഭാഗം ഇവിടെ സെലക്ട് ചെയ്തെടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. ആ ആധാർ നമ്പർ ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. ഈ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം അവരുടെ പേരാണ് ഇവിടെ കൊടുക്കാൻ പറയുന്നത്. ഇവിടെ പേര് കൊടുക്കുക. അതിനുശേഷം അവിടെ ജെൻഡർ ചോദിക്കുന്നത് മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഫീമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. കലണ്ടർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് വർഷം എന്ന് മുകളിൽ കാണാം 2007. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് വർഷമാണോ എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, 1958 വരെയുള്ള വർഷം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. കൃത്യമായി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആളുകളെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. നേരത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിപ്പോൾ ചേഞ്ചായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഏത് മാസം വർഷം എന്നുള്ളത് സെലക്ട് ചെയ്ത് നമ്മൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ വില്ലേജ് വാർഡൊക്കെ അവിടെ ഡിസേബിൾ ആണ്, അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡിസേബിളായി കിടക്കുന്നുണ്ട്. കാറ്റഗറി ചോദിക്കേണ്ട ആ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SC ആണോ ST ആണോ അതർ ആണോ അതാണ് കാറ്റഗറി ചോദിക്കുന്നത്. അപ്പോൾ അവിടെ കാറ്റഗറി നമ്മൾ SC ST അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അതേഴ്സ് ആയിരിക്കും. മുസ്ലിം, ക്രിസ്ത്യൻസ്, ഈഴവ, OEC OBC ഈ കാര്യങ്ങളൊക്കെ അതേഴ്സിൽ പെടുന്നതാണ്. അപ്പോൾ അതേഴ്സ് എന്ന് സെലക്ട് ചെയ്യുക, അവിടെ സംശയമില്ല. പിന്നെ ചോദിക്കുന്നത് റിലീജിയൻ ആണ് ചോദിക്കുന്നത്. ഈ റിലീജിയൻ ഈ ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മതം തിരഞ്ഞെടുക്കുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻ ഇതൊന്നും അല്ലെങ്കിൽ അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം മൈനോറിറ്റി ഇൻ ദ സ്റ്റേറ്റ് എന്ന് ചോദിക്കണം. നമുക്കറിയാം മൈനോറിറ്റി വിഭാഗങ്ങളിൽ പെടുന്ന ഏതൊക്കെ കാറ്റഗറിയാണ് നമുക്കറിയാം. അപ്പോൾ ഇവർ മൈനോറിറ്റി പെടുന്ന ആളാണെങ്കിൽ അവിടെ S എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാ എന്ന് കൊടുക്കുക. റെസിഡൻറ്റ് ഓഫ് ദിസ് AWC ഏരിയ എന്ന് ചോദിക്കാം. അതായത് ഈ ആഡ് ചെയ്യാൻ പോകുന്ന ഗുണഭോക്താവ് നമ്മളെ അംഗൻവാടിക്ക് പരിധിയിലുള്ള താമസക്കാരിയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ ആണ് എന്ന് S കൊടുക്കുക. അവർ റിലേഷൻഷിപ്പ് ചോദിക്കുന്ന അവിടെ, അതായത് ഫാമിലി ഹെഡുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ ഫാമിലി ഹെഡിനെയാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സെൽഫ് എന്നുള്ളത് ഓൾറെഡി അവിടെ കാണാൻ കഴിയും, അവിടെ ഒന്നും നമുക്ക് ചെയ്യേണ്ട. പിന്നീട് ചോദിക്കുന്നത് നോക്കുക, കറൻറ്റ് മാരീഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ കല്യാണം കഴിഞ്ഞതാണോ എന്നുള്ളതാണ്. ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല എന്ന് കൊടുക്കുക. മാരീഷ്യൽ സ്റ്റാറ്റസ് ആണെങ്കിൽ സെലക്ട് കൊടുത്തിട്ട് അവരിപ്പോൾ നിലവിൽ കല്യാണം കഴിഞ്ഞവരാണല്ലോ, അതുകൊണ്ട് അവർ പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാത്ത ആളാണെങ്കിൽ അതേഴ്സ് എന്ന് കൊടുക്കുക. ശ്രദ്ധിക്കുക, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അടുത്ത ചോദ്യം ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, അവിടെ
കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ ഇപ്പോൾ മുലയൂട്ടുന്ന അമ്മയാണോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അല്ലാത്തതൊക്കെ അതേഴ്സ് എന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ അവർ കല്യാണം കഴിയാത്ത ഒരാളെയാണ് ഫാമിലി ഹെഡ് എന്ന് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അതേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വേറെ ചോദ്യങ്ങളൊന്നും വരുന്നില്ല. അതിനുശേഷം അപ്പോൾ മാരീഡാണ്, അതേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്തു നമ്മൾ. അതിനുശേഷം ഈ ഭാഗം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഇത് അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സർവേ നടത്തുമ്പോൾ നമ്മളിൽ ഏറ്റവും യോജിക്കുന്ന ഒരു ചോദ്യമായി വരുന്നത് ICDSൽ നിന്നും ഇവർ സപ്ലിമെൻ്ററി ഫുഡ് ഉള്ള സേവനം സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത്. ICDSൻ്റെ സേവനങ്ങളിലെ എല്ലാ സേവനങ്ങളും അല്ല പറയുന്നത്, സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, അതായത് പ്രത്യേകിച്ച് പറയുന്നത് സപ്ലിമെൻ്ററി ഫുഡ് സ്വീകരിക്കുന്ന ആളാണ്. ഏതൊക്കെയാണ് സപ്ലിമെൻ്ററി ഫുഡ് നമുക്കറിയാം. ഒന്നുമില്ലെങ്കിൽ THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന HCM സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളെ. അവരുടെ മക്കൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന വ്യക്തി, നമ്മളിപ്പോൾ ഫാമിലി ഹെഡായി ആഡ് ചെയ്യാൻ പോകുന്ന വ്യക്തി ഏതെങ്കിലും തരത്തിൽ സപ്ലിമെൻ്ററി ഫുഡ് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലാണ്ട് അവരുടെ മക്കളോ പേരക്കുട്ടികളോ ചിലപ്പോൾ THR HCM പ്രീ സ്കൂൾ കുട്ടികളായിരിക്കും, അതല്ല രേഖപ്പെടുത്തേണ്ടത്. ഈ വ്യക്തി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുത്ത് സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അവിടെ സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണും. അപ്പോൾ നമുക്ക് എന്താവും, ഒരു ഫാമിലി ഹെഡ് ആഡ് ആയിട്ട് വരും. അതിൽ നിങ്ങൾ അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക. ഇതാ ഈ ഭാഗത്ത് നോക്കുക, ശ്രീജ എന്ന് പറയുന്നവർ എന്തായി അവിടെ ഫാമിലി ഹെഡായിട്ട് അവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നോക്കുക, തിരുത്താൻ കഴിയുന്ന ഭാഗം ഈ ഭാഗമാണ്. അവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ സമയം ഇവിടെ ഇനാക്റ്റീവാണ്. ഇവിടെ ഡിലീറ്റ് ഐക്കൺ ഉണ്ട്, അതിപ്പോൾ നമുക്ക് ഇനാക്റ്റീവാണ്. ഇപ്പോൾ നമുക്കൊന്നും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ ഡിലീറ്റ് ബട്ടൺ ഒന്നുകൂടി തെളിഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള മാറ്റം. അതുകൊണ്ട് നേരത്തെ നമുക്ക് ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഇപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട് എന്നുള്ളത്. ഇനി അടുത്ത ഫാമിലി മെമ്പർ ആഡ് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക്, ഇവിടെ പ്രസ് ബട്ടൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു ഫാമിലി മെമ്പറെ ആഡ് ചെയ്യുമ്പോൾ പോർഷൻ ട്രാക്കറിലുള്ള ആളാണോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളാണോ വീണ്ടും ചോദിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ആളാണെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് അവർ ആധാർ നമ്പർ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ആധാർ നമ്പർ ഒന്ന് എൻ്റർ ചെയ്തതിന് ശേഷം അവരുടെ പേര് ചോദിക്കുന്നുണ്ട്. പേര് കൊടുത്തതിന് ശേഷം ഫീമെയിൽ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ ഫാമിലി ഹെഡിനെ പുതിയ പ്രൊഫൈൽ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഇതും ആഡ് ചെയ്ത് വരിക. അതെല്ലാം ആഡ് ചെയ്ത് വന്നു. റിലേഷൻഷിപ്പ് ചോദിക്കുമ്പോൾ ഇവിടെയാണ് റിലേഷൻഷിപ്പ് വരുന്നത്. അവിടെ നമ്മൾ ഏതാണ് അവരുടെ മകളാണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന് ക്ലിക്ക് ചെയ്തു. സപ്ലിമെൻ്ററി ഫുഡ് സ്വീകരിക്കുന്നുണ്ടോ ഇല്ല എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണും. അപ്പോൾ നിങ്ങൾ പുറകോട്ട് പോകരുത്, അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഫാമിലി മെമ്പറായിട്ട് ഇവിടെ വീണ്ടും അവർ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ നോക്കുക, രാജി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫാമിലി മെമ്പർ ആഡ് ചെയ്ത് വന്നു. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് അറിയുന്നുണ്ട് അവരുടെ ആധാർ കാർഡിൻ്റെ ലാസ്റ്റ് 4 അക്കം ഫീമെയിലാണെന്ന് അറിയുന്നുണ്ട്. അതേപോലെ തന്നെ 25 വയസ്സായി എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഫാമിലി ഹെഡിൻ്റെ വയസ്സും അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെയും മെമ്പറിൻ്റെ നേരെ കാണുന്ന ഒരു ഡിലീറ്റ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോഴും തെളിഞ്ഞു വന്നിട്ടില്ല. ഇതും ഇതേപോലെ 12-24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് തെളിഞ്ഞു വരും. അപ്പോൾ നമുക്കിത് ഡബിൾ എൻട്രി ആയി വന്നതോ അല്ലെങ്കിൽ തെറ്റായി രേഖപ്പെടുത്തിയതോ അല്ലെങ്കിൽ അറിയാതെ രേഖപ്പെടുത്തിയതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഫാമിലി ഹെഡിനെയും ഫാമിലി മെമ്പറെയും ഇവിടെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവരെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ഈ ഡിലീറ്റ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരും. അവിടെ യെസ് എന്നുള്ള ഭാഗമാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ യെസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും ഇത് പ്രകാരം ഡിലീറ്റായി വരും. പിന്നെ ഈ പേജ് നോക്കുക, അവിടെ ഈ കാണുന്ന ഡിലീറ്റ് ചെയ്ത ആളെ ഇവിടെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫാമിലി ഹെഡിനും ഇതേ പ്രകാരം തന്നെ ഒഴിവാക്കാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് ഫാമിലി സർവേ ആഡ് ചെയ്ത് കഴിഞ്ഞ് അത് തെറ്റാണെന്ന് അറിഞ്ഞാൽ ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഫാമിലി സർവേ എടുത്ത് ആ മെമ്പറിന് നേരെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ തെളിഞ്ഞ് വരും. അപ്പോൾ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യവും പോർഷൻ ട്രാക്കറിനകത്ത് റെഡി ആയിട്ടുണ്ട്.